മണ്ണുത്തിയിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. ലോറിയിൽ മുന്തിരിപ്പെട്ടികൾക്കിടയിൽ ഒളിപ്പിച്ചു കടത്തിയ 2600 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി 2 പേർ പിടിയിൽ. മലക്കപ്പാറയിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ കാട്ടാന ആക്രമണം. വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാറിന്റെ മുൻഭാഗം കാട്ടാന തകർത്തു. ചൊവ്വാഴ്ച ഷോളയാർ തോട്ടപ്പുറയിലായിരുന്നു സംഭവം. ചിറങ്ങര അടിപ്പാല നിർമ്മാണത്തിൽ അപാകതയെന്ന് ആരോപിച്ച് BJP നിർമ്മാണ ജോലികൾ തടഞ്ഞു. മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളും സമരത്തിൽ പങ്കെടുത്തു. നേരത്തെ പറഞ്ഞ അളവ് പ്രകാരമല്ല നിർമ്മാണമെന്ന് പ്രധാന ആരോപണം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മണ്ണുത്തിയിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. ലോറിയിൽ മുന്തിരിപ്പെട്ടികൾക്കിടയിൽ ഒളിപ്പിച്ചു കടത്തിയ 2600 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. സംഭവത്തിൽ 2 പേർ പിടിയിലായി. പാലക്കാട് സ്വദേശി ഹരി, പഴുവിൽ സ്വദേശി പ്രദീപ് എന്നിവരാണ് പിടിയിലായത്. എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. എക്സൈസിന്റെ കമ്മീഷണർ സ്ക്വാഡും തൃശൂർ റേഞ്ചും സംയുക്തമായി ബുധനാഴ്ച പുലർച്ചെ മണ്ണുത്തി ദേശീയപാതയിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് സ്പിരിറ്റ് പിടികൂടിയത്. 79 കന്നാസുകളിലായി 2600 ലിറ്റർ സ്പിരിറ്റാണ് കടത്താൻ ശ്രമിച്ചത്. ബാംഗ്ലൂരിൽ നിന്ന് മുന്തിരി കച്ചവടത്തിന്റെ മറവിൽ കൊണ്ടുവന്ന സ്പിരിറ്റാണ് പിടികൂടിയത്. തൃശൂർ സ്വദേശിക്ക് കൈമാറാൻ ലക്ഷ്യം വെച്ചായിരുന്നു പ്രതികൾ സ്പിരിറ്റ് കൊണ്ടുവന്നത്. ഇതിനിടെയാണ് എക്സൈസ് പിടികൂടിയത്. അതേസമയം സ്പിരിറ്റ് വാങ്ങാൻ എത്തിയ ആൾ എക്സൈസിനെ വെട്ടിച്ച് വാഹനത്തിൽ രക്ഷപ്പെട്ടു. ഇയാൾക്കായി എക്സൈസ് സംഘം അന്വേഷണം ആരംഭിച്ചു. എവിടെ നിന്നാണ് ഇത്രയും വലിയ അളവിൽ സ്പിരിറ്റ് കൊണ്ടുവന്നതെന്നും എന്തിനാണ് കൊണ്ടുവന്നതും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും എക്സൈസ് അന്വേഷിക്കും. മീഡിയ ടൈം, തൃശൂർ. മലക്കപ്പാറയിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ കാട്ടാന ആക്രമണം. വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാറിന്റെ മുൻഭാഗം കാട്ടാന തകർത്തു. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെ ഷോളയാർ തോട്ടപ്പുറയിലായിരുന്നു സംഭവം. മലക്കപ്പാറയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്ക് വരികയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറിനു നേരെയാണ് കാട്ടാന ആക്രമണം അഴിച്ചുവിട്ടത്. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെ ഷോളയാർ തോട്ടപ്പുറയിലായിരുന്നു സംഭവം. മലക്കപ്പാറയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്ക് വരികയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറിനു നേരെയാണ് കാട്ടാന ആക്രമണം നടന്നത്. ആന കാറിനു നേരെ ഓടി വരുന്നത് കണ്ട് കാർ പുറകോട്ടെടുത്തെങ്കിലും വേഗത്തിൽ ഓടി കാറിനടുത്തെത്തിയ ആന കാറിന്റെ മുൻഭാഗത്ത് കൊമ്പുകൊണ്ട് കുത്തുകയായിരുന്നു. ആനയുടെ ആക്രമണത്തിൽ കാറിന്റെ മുൻവശം കേടുപാടുകൾ സംഭവിച്ചു. കുടുംബം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൊട്ടുപുറകിലുണ്ടായിരുന്ന കാറിലെ യുവാക്കൾ മൊബൈലിൽ പകർത്തിയ ആക്രമണ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ദിനംപ്രതി നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന അതിരപ്പള്ളി മലക്കപ്പാറ മേഖലയിൽ വനംവകുപ്പ് പെട്രോളിംഗ് ശക്തമാക്കണം എന്നാണ് നാട്ടുകാരുടെയും വിനോദസഞ്ചാരികളുടെയും ആവശ്യം. ഭിന്നശേഷി മേഖലയിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൽ നിന്നും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ പുരസ്കാരം ഏറ്റുവാങ്ങി. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി സർക്കാർ കുടുംബശ്രീയുടെ സഹകരണത്തോടെ ആരംഭിച്ച സംവിധാനമായ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ മികവുറ്റ പ്രവർത്തനം മുൻനിർത്തിയാണ് ബ്ലോക്ക് പുരസ്കാരത്തിന് അർഹമായത്. പുരസ്കാരം ഭിന്നശേഷി സൗഹൃദമായ പ്രവർത്തനങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് കൂടുതൽ ഊർജം പകരുന്നതാണെന്ന് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ പറഞ്ഞു. സുരക്ഷിതമായ കെട്ടിടവും വിശാലമായ അങ്കണവും സമാധാനപൂർണമായ പഠനാന്തരീക്ഷവും മതിലകം ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഉണ്ട്. പരിശീലനം സിദ്ധിച്ച അധ്യാപകനും ആയയും കുട്ടികൾക്ക് കരുതലും കൈത്താങ്ങുമായി കൂടെയുണ്ട്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രാരംഭഘട്ടത്തിൽ 15 കുട്ടികളാണ് ഉള്ളത്. കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി എല്ലാ ദിവസവും എക്സർസൈസും കുട്ടികളുടെ ദൈനംദിന കാര്യങ്ങളിൽ ഉള്ള പരിശീലനവും നൽകുന്നുണ്ട്. നിംബറുമായി സഹകരിച്ച് എല്ലാ മാസവും ക്യാമ്പുകൾ നടത്തിവരുന്നു. ബഡ്സ് കലോത്സവങ്ങളിൽ ഇവിടുത്തെ കുട്ടികൾ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ മികച്ച വിജയങ്ങൾ നേടിയിട്ടുണ്ട്. നിംബറിന്റെ സഹായത്തോടെ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ക്യാമ്പുകളിൽ ഒക്യുപ്ഷൻ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി എന്നിവയും സൈക്കോളജിസ്റ്റ് സേവനവും ലഭ്യമാക്കുന്നുണ്ട്. ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് സ്ഥിര വരുമാനം എന്ന നിലയ്ക്ക് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തയ്യൽ പരിശീലനം നൽകുകയും നൂതന തയ്യൽ മെഷീനുകളും അനുബന്ധ ഉപകരണങ്ങളും നൽകിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ മാനസികോല്ലാസത്തിനായി വിനോദയാത്രകളും സംഘടിപ്പിക്കാറുണ്ട്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചിറങ്ങര അടിപ്പാല നിർമ്മാണത്തിൽ അപാകതയെന്ന് ആരോപിച്ച് BJP നിർമ്മാണ ജോലികൾ തടഞ്ഞു. BJPയുടെ സമരത്തിന് പിന്തുണയുമായി കൊരട്ടി മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളും സമരത്തിൽ പങ്കെടുത്തു.
നേരത്തെ പറഞ്ഞ അളവ് പ്രകാരമല്ല നിർമ്മാണം എന്നാണ് പ്രധാന ആരോപണം. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന അടിപ്പാതയിലൂടെ വലിയ കണ്ടെയ്നർ ലോറികൾക്കും മറ്റും കടന്നുപോകുവാൻ സാധിക്കില്ലെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. അടിപ്പാതയുടെ വീതിയും ഉയരവും വർദ്ധിപ്പിക്കണമെന്നും ബെൽമൗത്ത് ഇല്ലാത്തതും വലിയ ഗതാഗത കുരുക്കിന് കാരണമാക്കുമെന്നും മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. ദേശീയപാതയിലെ അപകടങ്ങൾക്ക് പരിഹാരം കാണുവാനാണ് ചിറങ്ങര സിഗ്നൽ ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന അടിപ്പാതയ്ക്ക് കിഴക്ക് വശത്ത് 5.5 മീറ്റർ ഉയരവും പടിഞ്ഞാറേ ഭാഗത്ത് 5 മീറ്റർ ഉയരവും ബെൽമൗത്തും നിർമ്മിക്കാതെ നിർമ്മാണ ജോലികൾ നടത്തുവാൻ അനുവദിക്കില്ലെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത BJP കൊരട്ടി പഞ്ചായത്ത് അംഗം PG സത്യപാലൻ പറഞ്ഞു. നിലവിൽ അത് 5ഉം 4.5 മീറ്ററിലുമാണ് നിർമ്മാണം നടക്കുന്നത്. ഇത് ഇവിടെ അനുവദിക്കില്ലെന്ന ശക്തമായ നിലപാടിലാണ് BJPയും മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളും. നിർമ്മാണ ജോലികൾ തടഞ്ഞതോടെ നിർമ്മാണ ദേശീയ അതോറിറ്റി അസിസ്റ്റന്റ് ഡയറക്ടർ ബിജു, BJP കൊരട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി TS മുകേഷ്, കൊരട്ടി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് CT ജയ്ജു, പ്രവീൺ ചിറങ്ങര, മനോജ് തിരുമുടിക്കുന്ന്, നിശാന്ത് അദിയാരത്ത്, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ബെന്നി ജോസഫ്, അസോസിയേഷൻ ഭാരവാഹികളായ KC ഷൈജു, PV ഫ്രാൻസിസ്, VP ജോർജ് തുടങ്ങിയവരും നേതൃത്വം നൽകി. പ്രതിഷേധത്തെ തുടർന്ന് നാട്ടുകാരും പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് KR സുമേഷ്, ലിജോ ജോസ് തുടങ്ങിയവർ ദേശീയപാത അധികൃതരും നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥരുമായി ചെയ്യാമെന്ന് പറഞ്ഞ നിർമ്മാണ കാര്യങ്ങൾ കൃത്യമായി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഒരു കാരണവശാലും ഉയരം വർദ്ധിപ്പിക്കാതെ അടിപ്പാത നിർമ്മാണം അനുവദിക്കില്ലെന്ന ശക്തമായ നിലപാടിലാണ് നാട്ടുകാരും. മീഡിയ ടൈം, ചാലക്കുടി. മറ്റു വാർത്തകളിലേക്ക്. കാപ്പ കേസിലെ പ്രതി ആളൂരിൽ അറസ്റ്റിൽ. തുരുത്തിപ്പറമ്പ് തച്ചനാടൻ ജയനാണ് അറസ്റ്റിലായത്. കാപ്പ നിയമപ്രകാരം തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ജില്ലയിൽ പ്രവേശിച്ച ജയനെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 6 മാസം തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ പ്രതി ജയൻ നിരോധന ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച് താമസിച്ചു വരികയായിരുന്നു. ഇരിങ്ങാലക്കുട DYSP KG സുരേഷിന്റെ നേതൃത്വത്തിൽ ആളൂർ SI സുരേന്ദ്രൻ, സ്ക്വാഡ് അംഗങ്ങളായ SIമാരായ ജയകൃഷ്ണ റോയ്, ASI സൂരജ് എന്നിവരായിരുന്നു പ്രതികളെ പിടികൂടിയത്. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാള കാട്ടിക്കരക്കുന്നിൽ 22 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ വെള്ളം കെട്ടിക്കിടന്ന് കൃഷി നശിക്കുന്നതായി പരാതി. കോൺവെന്റ് റോഡിന് സമീപമുള്ള പാടശേഖരത്തിൽ കതിർ ഗ്രാമം പാടശേഖര സമിതി രൂപീകരിച്ച പരിസരവാസികളാണ് കഴിഞ്ഞ 4 വർഷമായി നെൽകൃഷി ചെയ്യുന്നത്. ശക്തമായ മഴ പെയ്താൽ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് കൃഷിനിലത്തിന്റെ അരികിലൂടെയുള്ള കനാൽ ഭിത്തികെട്ടി സംരക്ഷിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. നമ്മളിത് പാരമ്പര്യമായിട്ട് ഇവിടെ ഞങ്ങളുടെ കാരണന്മാരുടെ കാലം മുതൽ കൃഷി കണ്ടുപോകുന്നതാണ്. ഒരുപാട് കാലം ഇത് കൃഷി ചെയ്യാതെ കിടന്നൊരു സ്ഥലം. പിന്നീട് ഞങ്ങൾ കുറച്ച് പേര് കൂടി ചേർത്ത് ഇത് കൃഷിയോഗ്യമാക്കി. ഇത് 4ാമത്തെ വർഷമാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. പക്ഷേ ഡിസംബർ മാസത്തിൽ ഇതുപോലെ ഒരു മഴ പെയ്യുമെന്നും വെള്ളം പൊങ്ങുമെന്നും ആരും വിചാരിച്ചപ്പോൾ മറ്റു ദേശങ്ങളിൽ നിന്നുള്ള പായൽ വരെ ഇതിനകത്ത് മുഴുവൻ അടിഞ്ഞു കൂടി. ഇപ്പോൾ ഞങ്ങൾ പണിക്കാരെ നിർത്തി അത് വാരിക്കേണ്ട ഒരു ഇതിൽ പലിശയ്ക്ക് പൈസ എടുത്തിട്ടാണ് നമ്മൾ കൃഷി ഇറക്കിയത്. അപ്പോൾ ഇനിയും ഇവിടെ കൃഷിസ്ഥലങ്ങൾ ബാക്കിയുണ്ട്. അത് പഞ്ചായത്ത് അധികൃതരോ കൃഷിഭവനോ മറ്റ് സംവിധാനങ്ങളോ മുൻകൈ എടുത്തുകൊണ്ട് ഇത് കൃഷിക്കാരെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമാണ് ഇവിടെ കൃഷിക്കാർ നിലനിൽക്കുള്ളൂ. അത് നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യമല്ലേ. അതെന്തുകൊണ്ടാണ് അധികൃതർ അത് കാണാത്തതെന്നുള്ളതാണ്. ഒരു സഹായമോ അല്ലെങ്കിൽ ഒരു പരിഗണനയോ കിട്ടാതെ കൃഷിക്കാരുടെ മാത്രം ഒരു പരിശ്രമം കൊണ്ട് ഇത് കൃഷി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനൊരു മാറ്റം വരണം. ഇപ്പോൾ ഡിസംബർ മാസത്തിൽ ഇതുപോലെ വെള്ളപ്പൊക്കം വരുന്നത് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് കതിർ ഗ്രാമം പാടശേഖര സമിതി പ്രസിഡന്റ് കരീം മഞ്ഞളി വളപ്പിൽ ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഞങ്ങൾ നട്ടിട്ടിപ്പോൾ 4 ദിവസം കഴിഞ്ഞു എന്ന് പറയാം. ഇപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു 2 ലക്ഷത്തിൽ മുകളിൽ ചിലവ് തന്നെ വന്നിട്ടുണ്ട്. ഈ മൊത്തം 22 ഏക്കർ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പലവട്ടം നമ്മളെ ഈ കാണുന്ന തോട് ബന്ധപ്പെട്ടവർ MLA വന്നപ്പോൾ പറഞ്ഞു, അതുമായിട്ട് പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞു. അവരിതുവരെയ്ക്ക് യാതൊരു അനക്കവും ഉണ്ടായിട്ടില്ല. ഈ തോട് കൂടെ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ചണ്ടിയും അതുമാതിരി വെള്ളം കണ്ടമാനം ഇരുന്ന് പോയാണ്. ഇപ്പോൾ ചിറ ഇന്നലെ വൈകിട്ട് ഒരു 5 മണിക്ക് തുറന്നതാണ്. അതിൻ്റെ പേരിൽ കുറച്ച് കൂടി ഒരു ആശ്വാസമുണ്ട്. ഇന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ കൃഷിയിൽ നിന്നും ഒന്നും കിട്ടാനില്ല. ഗവൺമെൻറ് തലങ്ങളിൽ നിന്നും ഇപ്പോൾ ഞങ്ങൾക്ക് ചെയ്ത കൃഷിയുടെ പൈസ പോലും മുഴുവൻ കിട്ടിയിട്ടില്ല. പിന്നെ മറ്റുള്ള ഇത് പറയുകയാണെങ്കിൽ ഈ സൈഡിൽ കൂടെ തോട്, ആ തോടിൽ കൂടെ ഇപ്പോൾ ഈ വെള്ളം കവിഞ്ഞു പോരുന്ന കാരണം നമ്മൾക്ക് ഈ ഞങ്ങൾ കൃഷി ചെയ്യുന്ന ഭാഗത്തേക്കാണ് വെള്ളം
കവിഞ്ഞു പോന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരു ബന്ധപ്പെട്ടവരുമായിട്ട് നമ്മൾ പലവട്ടം ആലോചിച്ചു. അവർ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതുവരയ്ക്കും ചെയ്തിട്ടില്ല. ഇനിയും ഞങ്ങൾക്ക് മുമ്പോട്ട് കൃഷി ചെയ്യണമെങ്കിൽ ഈ തോടുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ശരിയായിട്ട് ചെയ്യാനേ പറ്റുള്ളൂ. മതിലകത്ത് ബൈപ്പാസ് നിർമ്മാണ പ്രദേശത്ത് വെള്ളക്കെട്ട് ദുരിതവും നാശനഷ്ടവും പേറിയ നാട്ടുകാർ. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മതിലകം ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിൽ കിഴക്കുംപുറം ഭാഗത്താണ് ദുരിതാവസ്ഥ. ഈ ഭാഗത്തുകൂടെയാണ് മതിലകം ബൈപ്പാസ് കടന്നു പോകുന്നത്. ബൈപ്പാസിന് പടിഞ്ഞാറ് ഭാഗത്ത് രൂപപ്പെട്ട മലിനജല സാന്നിധ്യമാണ് ദുഷ്കരമായ അവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രദേശത്തെ തോടുകളിലും പാടത്തും റോഡിലുമെല്ലാം കഴിഞ്ഞ 3 മാസത്തിലേറെയായി വെള്ളം കെട്ടിനിൽക്കുകയാണ്. റോഡിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം ഇതുവഴി വാഹനങ്ങൾ കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഹൈവേ നിർമ്മാണ സ്ഥലത്തേക്ക് വാഹനങ്ങൾ കടന്നുപോകാൻ തുടങ്ങിയതോടെ റോഡ് തകർന്ന അവസ്ഥയിലാണ്. വീടുകളുടെ വളപ്പിലും വഴിയുമെല്ലാം വെള്ളം കെട്ടിനിൽക്കുകയാണ്. വെള്ളം ഒഴുകിപ്പോകാതായതോടെ 100-ലേറെ തെങ്ങുകളാണ് നശിച്ചത്. കുടിവെള്ള സ്രോതസ്സുകളും മലിനമായ നിലയിലാണ്. ബൈപ്പാസ് നിർമ്മാണത്തെ തുടർന്ന് വെള്ളം ഒഴുകിപ്പോയിരുന്ന തോടുകളും നികത്തിയതും കൽവർട്ടുകൾ അടഞ്ഞതും വെള്ളക്കെട്ടിന് കാരണമായി. എത്രയും പെട്ടെന്ന് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കുഴൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് ഡിസംബർ 6 വെള്ളിയാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 6-ാം തീയതി കൊടിയേറി 7-ാം തീയതി ഷഷ്ടിയും 11-ാം തീയതി മഹത്തായ ഏകാദശിയും 12-ാം തീയതി പള്ളിവേട്ടയും 13-ാം തീയതി ആറാട്ടുമായി ആഘോഷിക്കുന്നു. 14-ാം തീയതി അയ്യപ്പൻ വിളക്കും നടത്തപ്പെടുന്നു. ഞായറാഴ്ച ഡിസംബർ 8-ാം തീയതി ഏകദേശം 1000 പേരുടെ മഹാനാരായണീയ പാരായണം നടത്തുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള 65ഓളം ദിക്കുകളിൽ നിന്ന് നാരായണ പാരായണത്തിന് വനിതകൾ എത്തുന്നുണ്ട്. ഏകാദശി മഹോത്സവം കോടതി വിധി പാലിച്ചുകൊണ്ട് തലയെടുപ്പുള്ള 15 ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ട് ക്ഷേത്രവാദി കുലപതി സർവശ്രീ ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരും നടത്തുന്ന പാഞ്ചാരിമേളവും വർണ്ണശബളമായ കുടമാറ്റവും രാത്രി ചോറ്റാനിക്കൽ നന്ദപ്പന്മാരാൻ നയിക്കുന്ന മേത്തരത്തെട്ട് പഞ്ചവാദ്യവും ഉണ്ടായിരിക്കും. രാത്രി 8 മണിക്ക് ക്ഷേത്രം തന്ത്രി പട്ടംതുരുത്തി മേക്കാട് മന ശങ്കരൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിക്കും. കൊടിയേറ്റത്തിന് മുന്നോടിയായി ദേശീയ നൃത്ത സംഗീതോത്സവം മുരുഘധ്വനി 2024 പ്രസിദ്ധ സിനിമാ പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി, കലാമണ്ഡലം സുമതി, കലാമണ്ഡലം വസന്ത എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നിറമാല, ദീപാരാധന, ചുറ്റുവിളക്ക് എന്നിവ നടക്കും. ഡിസംബർ 6 മുതൽ 14 വരെയാണ് ഉത്സവാഘോഷങ്ങൾ. എല്ലാ ദിവസവും പകലും രാത്രിയും വിവിധ ക്ഷേത്രകലകൾ, മറ്റു ക്ഷേത്ര ചടങ്ങുകൾ എന്നിവ നടക്കും. ഡിസംബർ 10-ന് ആനച്ചമയ പ്രദർശനം നടക്കും. 11-ന് ഏകാദശി മഹോത്സവം ആഘോഷിക്കും. അന്ന് വൈകിട്ട് പാമ്പാടി രാജൻ തിടമ്പെടുക്കും. തുടർന്ന് കുടമാറ്റം, ഏകാദശി വിളക്ക് ചടങ്ങുകൾ നടക്കും. 12-ന് ഉത്സവബലി, പള്ളിവേട്ട മഹോത്സവം നടക്കും. 13-ന് ആറാട്ട്, വൈകിട്ട് കാർത്തിക ദീപക്കാഴ്ച, കാർത്തിക വിളക്ക് ചടങ്ങുകൾ നടക്കും. 14-ന് അയ്യപ്പന് വിളക്ക് ആഘോഷിക്കും. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ MA ഗോവിന്ദൻ, VP പ്രഹ്ലാദൻ, സേതുമോൻ ചിറ്റത്ത് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ആളൂരിൽ വൻ കഞ്ചാവ് വേട്ട. ആളൂർ പഞ്ഞിപ്പള്ളിയിൽ വീട് വാടകയ്ക്കെടുത്ത് കഞ്ചാവ് കച്ചവടം നടത്തി വന്നിരുന്ന കാപ്പപ്രകാരം നാടുകടത്തപ്പെട്ട പ്രതിയടക്കം 3 പേർ പിടിയിൽ. കൊലപാതക കേസ്, പോലീസുകാരനെ ആക്രമിച്ച കേസ് എന്നിങ്ങനെ നിരവധി കേസിലെ പ്രതിയായ കാപ്പപ്രകാരം നാടുകടത്തപ്പെട്ട ചേർപ്പ് സ്വദേശി മിജോ ജോസ്, കവർച്ച കേസടക്കം നിരവധി കേസുകളിലെ പ്രതിയായ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ റൌഡി കല്ലൂർ സ്വദേശി അനീഷ് എന്നീ പാമ്പനീഷ്, ഊരകം സ്വദേശി സതീഷ് ബാബു എന്നിവരാണ് പിടിയിലായത്. സതീഷ് ബാബുവാണ് 1 മാസം മുൻപ് ഈ വീട് വാടകയ്ക്കെടുത്തത്. കമ്പം, തേനി എന്നീ സ്ഥലങ്ങളിൽ നിന്ന് വൻതോതിൽ കഞ്ചാവ് എത്തിച്ച് ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തി വരികയായിരുന്നു. പ്രതികളിൽ നിന്ന് 1.660 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. ഇരിങ്ങാലക്കുട DYSP KG സുരേഷിന്റെ നേതൃത്വത്തിൽ മാള CI സജിൻ ശശി, ആളൂർ SI-മാരായ സുബിന്ദ്, പ്രമോദ്, രാധാകൃഷ്ണൻ, ചേർപ്പ് SI പ്രദീപൻ, സ്പെഷ്യൽ ബ്രാഞ്ച് SI ബാബു ടിയർ, സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽകുമാർ, അനൂപ്, ബിജുകുമാർ, ബിൽഹരി, ആഷിഖ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തൊട്ടിപ്പാൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തീർത്ഥക്കിണറിൽ നിന്ന് 6 അടി നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. രാവിലെ ക്ഷേത്രത്തിലെത്തിയ ഭക്തരാണ് കിണറിൽ പാമ്പിനെ കണ്ടത്. ഉടൻ തന്നെ ക്ഷേത്രം ഭാരവാഹികളെ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് വനംവകുപ്പിന്റെ റെസ്ക്യൂ ടീം അംഗം അർജുൻ വല്ലച്ചിലെത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. വനപാലകർക്ക് കൈമാറിയ പാമ്പിനെ പിന്നീട് ഉൾവനത്തിൽ വിട്ടയച്ചു. ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്ക് വെള്ളമെടുക്കുന്ന കിണറിൽ പാമ്പ് വീണതിനെ തുടർന്ന് മേൽശാന്തിയുടെ നേതൃത്വത്തിൽ തീർത്ഥം തെളിച്ച് ശുദ്ധി നടത്തി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. കയ്പമംഗലം ഗ്രാമ ലക്ഷ്മി ക്ലബ്ബ് ഓവറോൾ ജേതാക്കളായി. ഹീറോസ് കൂരിക്കുഴി 2ാം സ്ഥാനവും സ്റ്റാലിയൻസ് 3 പിടിക 3ാം സ്ഥാനവും നേടി. സമാപന സമ്മേളനം വേണ്ടി ടൈസൺ ML ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷയായി. സംവിധായകൻ അമ്പിളി, സിനിമ സീരിയൽ താരം
ഷൈജൻ ശ്രീവത്സം, CRPF റിട്ടയർഡ് CA CV ദേവദാസ് എന്നിവർ മുഖ്യാതിഥികളായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ഇസഹാഖ് പുഴങ്കരയില്ലത്ത, ദേവിക ദാസൻ, PK സുകന്യ, കോർഡിനേറ്റർ സക്കറിയ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണുത്തിയിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. ലോറിയിൽ മുന്തിരിപ്പെട്ടികൾക്കിടയിൽ ഒളിപ്പിച്ചു കടത്തിയ 2600 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി, 2 പേർ പിടിയിൽ. മലക്കപ്പാറയിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ കാട്ടാന ആക്രമണം. വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാറിന്റെ മുൻഭാഗം കാട്ടാന തകർത്തു. ചൊവ്വാഴ്ച ഷോളയാർ തോട്ടപ്പുറയിലായിരുന്നു സംഭവം. ചിറങ്ങര അടിപ്പാല നിർമ്മാണത്തിൽ അപാകതയെന്ന് ആരോപിച്ച് BJP നിർമ്മാണ ജോലികൾ തടഞ്ഞു. മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളും സമരത്തിൽ പങ്കെടുത്തു. നേരത്തെ പറഞ്ഞ അളവ് പ്രകാരമല്ല നിർമ്മാണമെന്ന് പ്രധാന ആരോപണം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.